ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക് വ്ലോഗ് ചാനൽ. നുസിഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോസ് നമ്മളൊരു വാഷിംഗ് മെഷീൻ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വളാഞ്ചേരി കോഴിക്കോട് റോട്ടിലുള്ള കണ്ണങ്കണ്ടി ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസിൻ്റെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനുള്ള പ്രൊഡക്റ്റുകൾ കോംബോ ഓഫറൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അവർ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിലോട്ട് പോകണ്ട, നമുക്ക് വേണ്ടത് വാഷിംഗ് മെഷീനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ കത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് മോഡലുണ്ട് കേട്ടോ. നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുൾ ഓട്ടോമാറ്റിക് നല്ലൊരു റേറ്റ് വരും. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ തിരഞ്ഞു നോക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു വാഷിംഗ് മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കെൽവിനേറ്ററിൻ്റെ 5 ഇയർ വാറണ്ടി ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ബാക്കി വീഡിയോസിലൂടെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ലാസ്റ്റ് ഇത് എടുക്കാമെന്നാണ് നമ്മൾ ഫൈനലായി തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ എടുക്കണം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഏകദേശം അതിൽ വരുന്ന എല്ലാ ഓപ്ഷനും ഈ വാഷിംഗ് മെഷീനിലും വരുന്നുണ്ട്. പിന്നെ പ്രൈസിലും ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നേരെ ഈ കമ്പനിയിലോട്ട് മാറിയത്. ഈ കാണുന്ന വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഇവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതല്ല നമ്മൾ എടുക്കാൻ പോണത്. ഇതേ കളർ കോമ്പിനേഷനിലുള്ള പൊട്ടിക്കാത്തൊരു സീൽ പാക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഇവർ തരിക. ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നമുക്ക് ഒരുപാട് സൗകര്യമാണ് സംഭവം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനുവലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയർ, അതിൻ്റെ സർവീസ് ചാർജ് അത് അത്യാവശ്യം നല്ല എമൗണ്ട് വരും. ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് വരുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ബിൽ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. ഇനി ഇവരിത് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് എത്തിച്ചു തരും. അങ്ങനെ നമ്മൾ ബൈ ചെയ്ത നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്, ഇതിൻ്റെ പ്രൈസ്, മറ്റു കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിലൂടെ പറയുന്നതായിരിക്കും. ഇതിലിപ്പോൾ അൺബോക്സിങ്, ഇതിൻ്റെ ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടത് അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതി അത് മറ്റൊരു വീഡിയോസായിട്ട് ചെയ്യാം. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയി ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കൂടെ ഇവർ ഫ്രീ ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഒരു ഫ്രൈ പാനലാണിത്. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫ്രൈ പാനലും നമുക്ക് ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വീട്ടിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെ വകയായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടി വെച്ച് തരണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ കൂടെ അവരുടെ വകയായിട്ട് വെച്ചതാണ് ഈ കാണുന്ന ഫ്രൈ പാനൽ. എന്തായാലും കൊള്ളാം, നൈസ്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിലോട്ട് കിടക്കാം. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പെട്ടിയുടെ അകത്തുനിന്ന് കവർ റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഈ പെട്ടിക്കകത്തുനിന്ന് ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ പുറത്തെടുക്കുന്ന ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടണില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഇത് പെട്ടിക്കകത്തുനിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സംഭവമാട്ടോ അത്. കളറാണിത്. ഒരു ബ്രൗൺ ഒരു കളർ വരുന്ന, ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ ഇതിൻ്റെ ആക്സസറീസൊക്കെ കാണാം. അത് എന്തൊക്കെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയാം. പിന്നെ ഇതിൻ്റെ സ്പിന്നർ ടബാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് മറ്റേ വാഷ് ടബ്, പിന്നെ സ്പിന്നിങ് ടബ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെട്ടിക്കകത്തുനിന്ന് ഈ വാഷിംഗ് മെഷീൻ എടുക്കലല്ല, ഈ വാഷിംഗ് മെഷീൻ്റെ പുറത്തുനിന്ന് ഇത് ഈ പെട്ടി എടുക്കലാണ് നമുക്കുള്ള പണി. അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ ഇത് ഈ വാഷിംഗ് മെഷീൻ നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഇത്തരത്തിലാട്ടോ. ബോക്സാണ് നമ്മൾ പൊക്കേണ്ടത്. ബോക്സ് ഇത്തരത്തിൽ പൊക്കി കഴിഞ്ഞാൽ ഓക്കെ, ബോക്സിൻ്റെ അടിഭാഗം ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെയാണത് അതിൻ്റെ പാക്കിങ് വന്നിട്ടുള്ളത്. ബോക്സ് ഇത്തരത്തിലാണ് മാറ്റി വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഫ്രീ ആയി. ഓക്കെ, അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ അടിയിൽ ഒരു തെർമോക്കോളിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഒരു തെർമോക്കോളിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത്. ഈ വാഷിംഗ് മെഷീൻ്റെ ഡോറിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഈ ഡോർ ഇതിൽ ഫിക്സഡ് ആട്ടോ. ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്ന തരത്തിലുള്ളതല്ല. കാരണം ഇത്തരത്തിലുള്ള ഡോറിനായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം എടുത്തു വെക്കുന്ന ടൈപ്പ് ആകുമ്പോൾ അത് ഒന്ന് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ച് ചിലപ്പം പെട്ടെന്ന് ഡാമേജ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ പാനൽ വരുന്നത് ബാക്ക് സൈഡിലായിട്ടാണ്. അതിപ്പോൾ ഒട്ടുമിക്ക വാഷിംഗ് മെഷീനും ഇത്തരത്തിൽ തന്നെയാണ് സ്വിച്ചിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. പിന്നെ ചില ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിന് ചിലതിനൊക്കെ കാണാം നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട്. ഇത് ബാക്കിലായതുകൊണ്ട് ഒന്നുകൂടി ഒരു സൗകര്യപ്രദമായിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഷിംഗ് മെഷീൻ മഴയും വെയിലൊന്നും കൊള്ളാത്തൊരു സ്പേസ് നോക്കിയിട്ട് ഈ വാഷിംഗ് മെഷീനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കുള്ള പൈപ്പ് കണക്ഷനൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് തന്നെ അതിൻ്റെ അടിയിലൂടെ ഒരു വാട്ടർ കണക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ തന്നെ ഒരു പൈപ്പ് അതിൻ്റെ കണക്ടറൊക്കെ കൊടുത്ത് കണക്ട് ചെയ്ത് വാഷിംഗ് മെഷീനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ടാപ്പ് ഇവിടെ കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫോഴ്സ് ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ വാഷിംഗ് മെഷീനിൽ വെള്ളം ഫില്ലാവാൻ അധികം സമയം എടുക്കില്ല. പെട്ടെന്ന് വാഷിംഗ് മെഷീനിലെ ടബ് നമുക്ക് ഫില്ലായി കിട്ടും.
വാഷിംഗ് മെഷീനിലേക്ക് ആവശ്യമുള്ള വെള്ളത്തിനുള്ള സംഭവം റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു പവറും കൂടി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് പവർ കറണ്ട് കണക്ഷൻ വേണമല്ലോ. അപ്പോൾ അത് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കണില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് ഇവിടെ വേറെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പരിപാടിയും കൂടി ഇവിടെ ചെയ്യാനുണ്ട്. വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ചാല് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അത് മണ്ണിട്ട് മൂടിയതിന് ശേഷം ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് നിരപ്പാക്കിയിട്ട് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ഒരു നിരന്ന സ്ഥലമായിരിക്കണം, ചെരിവൊന്നും പാടില്ല. അതായത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ കുറച്ച് സ്ഥലം കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അതൊന്ന് ചെത്തി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ബേബി മെറ്റൽ നിരത്തിയിട്ട് ഈ കുറച്ച് കട്ടകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കറണ്ട് കണക്ഷനും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ സെറ്റപ്പിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് പ്ലെയിനായ നല്ല ഒരു സിമെൻറ്റ് നിരത്തിയ ഒരു സ്ഥലമായാലും മതി. അപ്പോൾ ഇതിപ്പോൾ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് ബേബി മെറ്റൽ കട്ടൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ ചെയ്യണത്. ചില സ്ഥലത്തൊക്കെ വാഷിംഗ് മെഷീൻ്റെ സ്ഥലം ടെറസിൻ്റെ മുകളിലൊക്കെ കൈകാരം, പിന്നെ വലിയ ബാത്റൂമൊക്കെ ആണെങ്കിൽ ചിലപ്പം ബാത്റൂമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ചിലർ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം പോവാനായിട്ട് ഒരു പൈപ്പ് മണ്ണിൻ്റെ അടിയിലൂടെ നമുക്ക് കുറച്ച് അപ്പുറത്തേക്കായിട്ട് മാറ്റിയിടേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ചാല് കയറി വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിൻ പൈപ്പ് എപ്പോഴും വാഷിംഗ് മെഷീൻ ഇരിക്കണതിൻ്റെ തൊട്ട് താഴെ ആയിട്ടായിരുന്നു അതിൻ്റെ പൈപ്പ് വരേണ്ടത് കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം നല്ലപോലെ എവിടെയും തങ്ങി നിൽക്കാത്ത രീതിയിൽ ക്ലിയറായി ഒഴിഞ്ഞു പോകേണ്ട രീതിയിലായിരിക്കണം ആ പൈപ്പ് സെറ്റ് ചെയ്യേണ്ടത്. പൈപ്പ് അധികം ഉയർത്തി സെറ്റ് ചെയ്യരുത്, വാഷിംഗ് മെഷീനിൽ നിന്ന് ഉയർന്ന് നിൽക്കരുത്. അപ്പോൾ അത് ഏകദേശം ഇനിയിപ്പോൾ ആ പൈപ്പ് സൈഡിലൂടെ കൊടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും ഒഴുക്കി വിട്ടാലും കുഴപ്പമില്ല. അതായത് പൈപ്പ് എപ്പോഴും വാഷിംഗ് മെഷീനിൻ്റെ ഏകദേശം ഹൈറ്റിന് താഴെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്ഷനും റെഡിയാക്കി വേസ്റ്റ് വെള്ളം പോകാനുള്ള ആ ഒരു സെറ്റപ്പും റെഡിയാക്കി കഴിഞ്ഞു. കെൽവിനേറ്റർ എന്ന പേരുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ എത്രത്തോളം ഇതിന് ലൈഫ് ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കമ്പനി 5 വർഷം വാറണ്ടി തന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇവരുടെ ആഫ്റ്റർ സർവീസ് എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വാഷിംഗ് മെഷീൻ്റെ മോഡൽ നമ്പർ ഒന്ന് പറയാം. KWS AB 850BR 8.5 kg ഒരു വാഷിംഗ് മെഷീനാണിത്. ഈ കാണുന്നത് നമ്മൾ ഈ വാഷിംഗ് മെഷീനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്തതാണ്. ഒരു പവർ സ്വിച്ച് ബോർഡാണിത്. ഇതിവിടെ ആദ്യം ഉണ്ടായിട്ടില്ല, നമ്മൾ ഈ വാഷിംഗ് മെഷീന് മാത്രമായിട്ട് ഇപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ കറണ്ട് കണക്ഷൻ്റെ കാര്യത്തിലും അതിൻ്റെ പരിപാടി ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പവർ പ്ലഗാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ചിൻ്റെ ഭാഗങ്ങളിലോട്ട് ജസ്റ്റ് ഒന്ന് പോകാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം. നമ്മൾ വാഷ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഞാൻ വേറൊന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ സ്പിന്നിങ് ടബാണ്. അതായത് ഡ്രയർ, നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തതിന് ശേഷം ഉണക്കാൻ ഉപയോഗിക്കുന്ന ടബാണത്. അപ്പോൾ അതിലോട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താക്കുക. ഇനി നമുക്ക് വാഷ് ചെയ്യേണ്ട ഭാഗത്താണ് ഇതിലോട്ടാണ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അവർ രണ്ടിടത്തും എഴുതിയിട്ടുണ്ട്, അത് സ്പിന്ന് വാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ട് മാറ്റുക. പിന്നെ ഇതിൻ്റെ ടൈമറാണിത്. ഇത് നമുക്ക് 15 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഈ സ്വിച്ച് നമ്മൾ ഫോർവേഡ് ചെയ്യാന്നല്ലാതെ നമ്മൾ ഇത് റിവേഴ്സ്, ഞാൻ ഇപ്പോൾ ഈ തിരിക്കുന്നത് പോലെ റിട്ടേൺ തിരിച്ച് നമ്മളെപ്പോഴും തിരിക്കരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞ് വരണം. നമ്മൾ ഒരിക്കലും അത് റിട്ടേൺ ചെയ്യരുത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഡ്രസ്സ് അലക്കേണ്ട ആ ഒരു എത്ര, അതായത് കുറഞ്ഞ ചെളിയൊക്കെ ഉള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഏതിലിടണം, പിന്നെ ജീൻസ് അതുപോലെ കട്ടിയുള്ള ഡ്രസ്സുകൾ വരുമ്പോൾ ഏതിലിടണം എന്നുള്ളതൊക്കെയാണ് ആ ഒരു ബട്ടൺ വരുന്നത്. പിന്നെ ഈ കാണുന്നത് ഇതിൽ വേസ്റ്റ് വാഷ് ചെയ്തതിൻ്റെ ശേഷം അതിൽ വരുന്ന വേസ്റ്റ് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണിത്. ഇത് ഡ്രെയിനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിലുള്ള വേസ്റ്റ് വെള്ളം ഫുള്ള് നമ്മൾ ആ ഡ്രെയിൻ പൈപ്പിലൂടെ പുറത്തോട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണുന്നത് ഇതിൻ്റെ സ്പിന്നിങ്ങിൻ്റെ ടൈമറാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരിക്കലും നമ്മൾ ഫോർവേഡ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നല്ലാതെ റിട്ടേൺ ഒരിക്കലും നമ്മളിത് തിരിക്കരുത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ ഇത് വാഷ് ചെയ്യണ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്തരത്തിലാണ് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യേണ്ടത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്.
വാഷിംഗ് മെഷീൻ എപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴും മഴയും വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് സെറ്റ് ചെയ്യുക. വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ഫെയ്ഡായി പോകും. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറേ കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ രൂപം കുറേയൊക്കെ മാറും. എങ്കിലും കുറേയൊക്കെ നമ്മൾ സൂക്ഷിക്കണം നന്നായിരിക്കും. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ഫിൽറ്ററാണ് കേട്ടോ. ഇതുപോലത്തെ 2 ഫിൽറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മാജിക് ഫിൽറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോസായിട്ട് ചെയ്തതായിരിക്കും കേട്ടോ. അതിൽ ഫുൾ വാഷ് ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്തൊരു വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇനി ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. ഈ കാണുന്നത് ഒരു ഫിൽറ്റർ, ഇവിടെ ഈ കാണുന്നത് 2ാമത്തെ ഫിൽറ്റർ. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഹാഫ്, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാട്ടർ എത്ര, നമുക്ക് വെള്ളം എത്ര സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പറയാൻ പോണത് ഈ വാഷിംഗ് മെഷീൻ്റെ പ്രൈസാണ്. പ്രൈസ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ വാഷിംഗ് മെഷീൻ വന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 13,000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലൊന്നും അല്ല കേട്ടോ. അതായത് ഇത് മേക്ക് ചെയ്തത് ഏകദേശം നോക്കാൻ സ്റ്റിക്കർമ കാണിച്ചിട്ടുള്ളത് ഏകദേശം 2022 മോഡലാണ് വരുന്നത്. അപ്പോൾ 2022 മോഡല് കെൽവിനേറ്ററിൻ്റെ 8.5 കിലോൻ്റെ ഒരു വാഷിംഗ് മെഷീനാണിത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 13,000 രൂപയാണ്. 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. 5 സ്റ്റാർ റേറ്റിംഗ് ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ കറണ്ട് കൺസപ്ഷൻ കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ സ്റ്റിക്കർമ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര വാട്ട്സാണ് ഇതിൻ്റെ മോട്ടർ കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. സ്റ്റിക്കർമ കൊടുത്തിട്ടുണ്ട്. കെൽവിനേറ്റർ, അതിൻ്റെ മോഡൽ നമ്പർ ഒക്കെ ഇതിൽ കാണാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മോട്ടറിൻ്റെ വോൾട്ടേജ് ആണ്, വാട്ട്സ് കാര്യങ്ങൾ. ഇതിൻ്റെ വാഷ് ചെയ്യണ മോട്ടറിന് വരുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 450 വാട്ട്സാണ് വാഷിംഗ് മോട്ടറിന് വരുന്ന വാട്ട്സ്. പിന്നെ 150 വാട്ട്സ് സ്പിന്നിങ് മോട്ടറിനും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെവി മോട്ടർ തന്നെയാണ് 2 ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസിലെ വിശേഷങ്ങൾ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരെ സ്വിഫ്റ്റ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.